നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. MK ഇബ്രാഹിം ഹാജി സ്മാരക ജനസേവാ പുരസ്കാരം ആൽഫ പാലിയേറ്റീവ് കെയർ വെള്ളാങ്കല്ലൂർ സെന്ററിന് ലഭിച്ചു. 10,000 രൂപയാണ് പുരസ്കാര തുക. ആതുര സേവന രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് സെന്ററിനെ അവാർഡിന് തിരഞ്ഞെടുത്തത്. തിങ്കളാഴ്ച വൈകിട്ട് 4-ന് കരുപ്പടന്ന പ്രിൻസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാര സമർപ്പണം നടക്കുക. സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിൽ റാന്നി സെന്റ് തോമസ് ഹൈസ്കൂളിൽ ആരിഷ് ക്ലബ് 30 മണിക്കൂർ ട്രെയിനിംഗ് പ്രോഗ്രാം നാളെ നടക്കും. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് നടക്കുന്ന പരിപാടിയിൽ സ്കൂൾ ഹെഡ് മിസ്ട്രസ് റൂബി എബ്രഹാം അധ്യക്ഷത വഹിക്കും. ആൽഫ തിരുവല്ല സെന്റർ നഴ്സ് ഇൻചാർജ് പ്രിയങ്ക കെ രമേശ് കിടപ്പിലായവരുടെ വ്യക്തി ശുചിത്വവും പരിചരണവും സംബന്ധിച്ച വിശദമായ പ്രാക്ടിക്കൽ സെഷൻ നടത്തും. പത്തനംതിട്ട ജില്ലാ കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ അസ്ന ഇസ്മായിൽ, സ്റ്റുഡൻസ് കോർഡിനേറ്റർ കെസിയ മോൻസി, സ്റ്റാഫ് കോർഡിനേറ്റർ ജിനു ജേക്കബ് തുടങ്ങിയവർ പ്രോഗ്രാമിന് നേതൃത്വം വഹിക്കും. കൊല്ലം കൊട്ടിയം ഡോൺ ബോസ്കോ കോളേജിൽ SAPC ആരിഷ് ക്ലബ് 30 മണിക്കൂർ ട്രെയിനിംഗ് പ്രോഗ്രാമിന് തുടക്കം കുറിച്ചു. കോളേജിലെ സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികളും സൈക്കോളജി വിദ്യാർത്ഥികളുമായ 50ഓളം പേർ പങ്കെടുത്ത ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ Y ജോയ് സ്വാഗതം പറഞ്ഞു. ഫാദർ ബോബി ആശംസ അർപ്പിച്ചു. പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് ആൽഫ കൊല്ലം സെന്റർ മെഡിക്കൽ ഇൻചാർജ് ഡോക്ടർ രേവതി രാജൻ ക്ലാസ് എടുത്തു. കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ ഐശ്വര്യ ജയ ആരിഷ് ക്ലബ് പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിച്ചു. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ അക്ഷയ് ബാബു ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇന്റേൺഷിപ്പ് അവസരങ്ങളെ പറ്റിയും സംസാരിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും തങ്ങളുടെ പാലിയേറ്റീവ് കെയർ അനുഭവങ്ങൾ പങ്കുവച്ചു. ആൽഫ എടമുട്ടം ഹോസ്പീസിൽ ആഴ്ചതോറും നടന്നുവരുന്ന നഴ്സുമാർക്കുള്ള പരിശീലന പരിപാടി ഇന്ന് നടന്നു. മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു, സിസ്റ്റർ സിനി തുടങ്ങിയവർ സെഷനുകൾ നയിച്ചു. ഈ ആഴ്ചത്തെ ക്ലാസ്സോടുകൂടി 16 ആഴ്ച നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടിയിലെ സെഷനുകൾ അവസാനിച്ചു. അടുത്തയാഴ്ച പരീക്ഷകൾ നടക്കും. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.